നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ ഹിന്ദി ലേണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ലളിതമായി ഹിന്ദിയിൽ പറയാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് 3 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം. രാവിലെ, ഉച്ചയ്ക്ക്, നൈറ്റ്. ഓക്കെ. ഓരോ വാക്യവും ഹിന്ദിയിൽ പറഞ്ഞ ശേഷം അതിൻ്റെ മലയാളം അർത്ഥവും ഞാൻ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടന്നാലോ? നോക്കിയേ, മേ സുബ ജൽദി ഉഠ്താ ഹൂം. അതായത് മെയിൽ വേർഷൻ ആണെങ്കിൽ ഉഠ്താ ഹൂം, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ ഉഠ്തി ഹൂം എന്ന് പറയുക. അതായത് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയുന്നത്? എങ്ങനെയാണ് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് എന്നെങ്ങനെ ഹിന്ദിയിൽ പറയാം? മേ സുബ ജൽദി ഉഠ്താ ഹൂം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എന്താ ചെയ്യുന്നത്? മേ ബ്രഷ് കർത്താ ഹൂ. ഫീമെയിൽ ആണെങ്കിൽ മേ ബ്രഷ് കർത്തി ഹൂ. അതായത് ഞാൻ പല്ല് തേക്കാറുണ്ട് അല്ലെങ്കിൽ പല്ല് തേക്കുന്നു എന്ന് പറയുന്നു, അല്ലേ? അപ്പോൾ എന്താണ് ഹിന്ദിയിൽ പറയുക ഞാൻ പല്ല് തേക്കാറുണ്ട് എന്നുള്ളത്? മേ ബ്രഷ് കർത്താ ഹൂ അല്ലെങ്കിൽ മേ ബ്രഷ് കർത്തി ഹൂ. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ടേക്കാ ചായ കുടിക്കാൻ പോകും, അല്ലേ? അപ്പോൾ മേ ചായ് പീത്താ ഹൂ. മേ ചായ് പീത്താ ഹൂ. ഫീമെയിൽ ആണെങ്കിൽ പീത്തി ഹൂ. ഞാൻ ചായ കുടിക്കാറുണ്ട്. ഓക്കെ, എന്താണ് ഹിന്ദിയിൽ പറയുക ഞാൻ ചായ കുടിക്കാറുണ്ട് എന്നുള്ളത്? ലെറ്റ്സ് റിപ്പീറ്റ്. മേ ചായ് പീത്താ ഹൂ അല്ലെങ്കിൽ മേ ചായ് പീത്തി ഹൂ. മേ ചായ് പീത്താ ഹൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്കാ ജോലിക്ക് പോകും, അല്ലേ? അപ്പോൾ മേ കാം പർ ജാത്താ ഹൂ. മേ കാം പർ ജാത്തി ഹൂ എന്ന് പറയും ഫീമെയിൽ ആണെങ്കിൽ. ഞാൻ ജോലിക്ക് പോകാറുണ്ട്. ക്ലിയർ ആണോ? ഞാൻ ജോലിക്ക് പോകാറുണ്ടെന്ന് എങ്ങനെ ഹിന്ദിയിൽ പറയും? മേ കാം പർ ജാത്താ ഹൂ അല്ലെങ്കിൽ മേ കാം പർ ജാത്തി ഹൂ. ഓക്കെ, മേ കാം പർ ജാത്താ ഹൂ. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ ഉച്ചയ്ക്ക്? മേ ദോപഹർ കാ ഖാന ഖാത്താ ഹൂ. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ കഴിക്കാറുണ്ട്. എങ്ങനെയാണ് പറയുക ഹിന്ദിയിൽ? മേ ലെറ്റ്സ് റിപ്പീറ്റ്. മേ ദോപഹർ കാ ഖാന ഖാത്താ ഹൂ. ദോപഹർ മീൻസ് ഉച്ച. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറുണ്ട്, ഉച്ചഭക്ഷണം കഴിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് മേ ആരാം കർത്താ ഹൂ. നമ്മൾ ഈ ജോലിയെല്ലാം കഴിഞ്ഞിട്ട്, സ്ട്രെസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് നേരം വിശ്രമിക്കും, അല്ലേ? മേ ആരാം കർത്താ ഹൂ അല്ലെങ്കിൽ കർത്തി ഹൂ. ഞാൻ വിശ്രമിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വിശ്രമിക്കാറുണ്ട്. മേ ആരാം കർത്താ ഹൂ അല്ലെങ്കിൽ മേ ആരാം കർത്തി ഹൂ. ഫീമെയിലും മെയിലും ആണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ? ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വിശ്രമിച്ചതിന് ശേഷമൊക്കെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരിക. മേ ഘർ വാപ്പസ് ആത്താ ഹൂ. ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നു. എങ്ങനെയാണ് പറയുന്നത്? ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നു അല്ലെങ്കിൽ തിരിച്ചെത്താറുണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മേ ഘർ വാപ്പസ് ആത്താ ഹൂ. വാപ്പസ് എന്ന് വെച്ചാൽ തിരിച്ചു, ആന വരിക. മേ ഘർ വാപ്പസ് ആത്താ ഹൂ അല്ലെങ്കിൽ ആത്തി ഹൂ. മേ ഘർ വാപ്പസ് ആത്താ ഹൂ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടേക്കാണ് ഈ സ്ട്രെസ് എല്ലാം വീണ്ടും കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ടാണ് നമ്മൾ പോയിരിക്കുക വിശ്രമിക്കാൻ? ടി വി ആണോ, അല്ലേ? മേ ടി വി ദേഖ്താ ഹൂ അല്ലെങ്കിൽ മേ ടി വി ദേഖ്തി ഹൂ. മേ ടി വി ദേഖ്താ ഹൂ. ഞാൻ ടി വി കാണുന്നു അല്ലെങ്കിൽ ടി വി കാണാറുണ്ട് അല്പനേരം, അല്ലേ? മേ ടി വി ദേഖ്താ ഹൂ. ലെറ്റ്സ് റിപ്പീറ്റ്. മേ ടി വി ദേഖ്താ ഹൂ. ഫീമെയിൽ ആണെങ്കിൽ മേ ടി വി ദേഖ്തി ഹൂ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങോട്ടേക്കാ? മേ രാത് കോ സോ ജാത്താ ഹൂ. ഉറങ്ങാൻ പോവല്ലേ? മേ രാത് കോ സോ. ഫീമെയിൽ ആണെങ്കിൽ ജാത്തി ഹൂ. അപ്പോൾ ഞാൻ രാത്രി ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറങ്ങാറുണ്ട്, അല്ലേ? നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വിശ്രമിക്കാൻ പോകും.
അതായത് ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ मैं रात को सो जाता हूँ. मैं रात को सो जाती हूँ. Let's repeat. मैं रात को, रात means രാത്രി, रात को सो जाता हूँ. सोना means ഉറങ്ങുക. सो जाता हूँ അല്ലെങ്കിൽ सो जाती हूँ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലുള്ള കൂടുതൽ ഹിന്ദി ലേണിംഗ് വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ഐക്കൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.